വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ചാപ്റ്റർ 11. ഓക്കെ, ഞാനപ്പോൾ ദിസ് ഇസ് ചാപ്റ്റർ 11 അക്കോർഡിംഗ് ടു ദ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക്. ഞാൻ ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ ദിസ് ഇസ് ചാപ്റ്റർ 10, ദാറ്റ് ഇസ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ കാര്യം ഫസ്റ്റ് ചാപ്റ്റർ +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവോയ്ഡ് ചെയ്തതുകൊണ്ട് ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ 10 ആയി എന്നുള്ളതേ ഉള്ളൂ. കണ്ടൻസ് എല്ലാം സെയിം ആണ്. ഓക്കെ, പഴയ പോലെ തന്നെയാണ്, കണ്ടൻസ് എല്ലാം സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. സോ ദിസ് ഇസ് ചാപ്റ്റർ 11 അക്കോർഡിംഗ് ടു ഓൾ ടെക്സ്റ്റ് ബുക്ക്. ഇന്നത്തെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് ചാപ്റ്റർ 10 ആയിരിക്കും, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ 11.1 വിച്ച് ഈസ് ദ ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. അപ്പം അത് തുടങ്ങുന്നതിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഹീറ്റും ടെമ്പറേച്ചറും. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഹീറ്റ്, ടെമ്പറേച്ചർ. വളരെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡിയുടെ എത്രമാത്രം ചൂടാണ് ബോഡി എന്ന് പറയാനാണ് ജനറലി നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ പറയും, ഇപ്പൊ ഒരു ബോയിലിംഗ് വാട്ടർ ഉള്ള ഒരു കെറ്റില് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ബോക്സിന്റെ ഐസും. അപ്പൊ നമ്മൾ പറയും ആ ചൂടുവെള്ളം, കെറ്റിലുള്ള തിളക്കുന്ന വെള്ളത്തിനാണ് ബോക്സിലെ ഐസിനെക്കാട്ടും ചൂട് കൂടുതലെന്ന് നമ്മൾ പറയും. ഇപ്പൊ ജനറലി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ആ ഹോട്ട്നെസ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. നമ്മൾ നോർമലി അങ്ങനെയാ പറയാം. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ എന്താണ് ടെമ്പറേച്ചർ? അപ്പൊ നമ്മൾ യൂഷ്വൽ സെൻസിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ചൂടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫിസിക്സിൽ ഈ ഹീറ്റ്, ടെമ്പറേച്ചർ എന്നുള്ളതിന്റെ ആ ഒരു ക്ലിയർ ഐഡിയ, ഹീറ്റ് ടെമ്പറേച്ചർ എന്താണ് ആ ഒരു നോഷൻ ക്ലിയർ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഹീറ്റ്, ടെമ്പറേച്ചറിനെ കുറിച്ച് എന്താണെന്ന് പറയും. അതുപോലെ തന്നെ ഹീറ്റ് എന്താണ്, എങ്ങനെയാണ് ഹീറ്റ് മെഷർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹീറ്റ് ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് എങ്ങനെയാണ് ഈ ഹീറ്റ് ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാവുക, ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പം ഈ ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കും. അത് ബ്ലാക്ക് സ്മിത്സ് ഒക്കെ ഈ അയൺ റിങ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഈ ഹോഴ്സ് കാർട്ടിലൊക്കെയുള്ള വുഡൻ വീലിന്റെ റിമ്മിലിടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ബീച്ചിലെ കാറ്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൺസെറ്റ് കഴിയുമ്പോൾ അത് റിവേഴ്സ് ചെയ്യും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾക്ക് ആൻസറും കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഇത്, ഇപ്പൊ വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ ഫ്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പം ഈ ബോയിലിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഈ ഫ്രീസിങ് ടൈമിൽ അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആവാണ്ടിരിക്കും. ആക്ച്വലി ആ ടൈമിൽ ഹീറ്റ് ഫ്ലോ അവിടെ നന്നായിട്ടുണ്ടാവും. ഇപ്പൊ ബോയിലിംഗ് ചെയ്യാൻ ഒരുപാട് ഹീറ്റ് അതിൻ്റെ അകത്തേക്ക് പൊക്കോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഫ്രീസിങ് ചെയ്യാൻ ഒരുപാട് ഹീറ്റ് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമായിരിക്കും. പക്ഷെ ഈ സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഫസ്റ്റ് സെക്ഷനായ 11.2 ആ സെക്ഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈ സെക്ഷന്റെ പേര് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്. ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്, അതാണ് 11.2 സെക്ഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഈ ടെമ്പറേച്ചറും ഹീറ്റും ഇതിന്റെ രണ്ടിന്റെ ഡെഫിനിഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എ റിലേറ്റീവ് മെഷർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു എന്താണ് ഹോട്ട്നെസ്സിന്റെ അല്ലെങ്കിൽ കോൾനെസ്സിന്റെ, ഇതിന്റെ രണ്ടിന്റെയും മെഷറാണ്. ഓക്കെ, നമ്മളെപ്പോഴും നോർമലി ചൂടെന്ന് പറയും, പക്ഷെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചൂടിന്റെയും തണുപ്പിന്റെയും രണ്ടിന്റെയും ഇൻഡിക്കേഷൻ ആണ്. അതൊരു എന്താണ് റിലേറ്റീവ് മെഷറാണ്. അത് ആപേക്ഷികമായിട്ടാണ്, ഒന്നിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ബോഡിയുടെ ടെമ്പറേച്ചർ പറയുക. ഓക്കെ, എപ്പോഴും കമ്പയർ ചെയ്തിട്ടാണ് ഇത് ഇതിനെക്കാട്ടിയും ചൂടാണ് അല്ലെങ്കിൽ ഇത് ഇതിനെക്കാട്ടിയും തണുപ്പാണ് എന്ന് നമ്മൾ പറയുക. അപ്പം ഒരു റിലേറ്റീവ് മെഷറാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് ഒരു ബോഡിയുടെ കോൾനെസ് അല്ലെങ്കിൽ ഹോട്ട്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പൊ നമുക്കറിയാം, ഒരു ഹോട്ട് ആയിട്ടുള്ള ഒരു യൂട്ടൻസിൽ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഹൈ ടെമ്പറേച്ചർ, ഭയങ്കര ടെമ്പറേച്ചർ ആണ്. നേരെ മറിച്ച് ഐസ് ക്യൂബിന്റെ കാര്യം നമ്മൾ പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണെന്ന് പറയും. അപ്പം
ഒരു വസ്തു എങ്ങനെയാണ് മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതിന് ഹയർ ടെമ്പറേച്ചർ ആണ്, അത് ഹോട്ടർ ആണ് എന്ന് പറയുന്നത്. ഒരു കമ്പാരിസണിലൂടെയാണ് ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് നമ്മൾ ടോൾ ആൻഡ് ഷോർട്ട് ആണെന്ന് പറയും. ഇഫ് വി ക്യാൻ സേ എ എന്ന് പറയുന്നത് ഒരു പക്ഷേ ബി എ കാട്ടിയും ടോളർ ആണ്. ഇൻ ദാറ്റ് കേസ് എ ടോളറായി, ബി ഷോർട്ടറായി. പക്ഷെ ഇപ്പം എയും സി എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പൊ എയെ കാട്ടിയും കൂടുതൽ പൊക്കമുണ്ടെന്ന് വിചാരിക്കും. ഈ കേസിൽ വരുമ്പോൾ സി ടോളർ ആവുകയും എ ഷോർട്ടർ ആവുകയും ചെയ്യും. അപ്പം ഇവിടെ എ ടോളറും ഇവിടെ എ ഷോർട്ടറും ആയി. ബിക്കോസ് കമ്പയർ ചെയ്യുന്ന ആള് വ്യത്യാസമുണ്ട്. ഇവിടെ ബിയും ഇവിടെ സിയും ആയിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ടെമ്പറേച്ചർ. അപ്പൊ ഏത് വസ്തുവിനോടാണോ കമ്പയർ ചെയ്യുന്നത് അതിന്റെ ചൂട് ഇതിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അതാണ് ചൂട് കൂടുതൽ, ഇത് തണുത്താണെന്ന് പറയും. അപ്പൊ ആ ഒരു രീതിയിലാണ് ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി ഏതൊരു വസ്തുവിന്റെയും ടെമ്പറേച്ചർ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ തൊട്ട് നോക്കി മനസ്സിലാക്കുന്നത് എന്താണ്, വളരെ അൺറിലയബിൾ ആണ്. അത് മാത്രമല്ല അത് നമുക്ക് സയന്റിഫിക് പർപ്പസസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമ്മളുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒരു ഐസ് കോൾഡ് ആയിട്ടുള്ള വാട്ടർ ഒരു ഗ്ലാസ്സിൽ നല്ല തണുത്ത വെള്ളം വെച്ചിരിക്കുകയാണ്. ഒരു ടേബിളിൽ ഇങ്ങനെ ഐസ് കോൾഡ് വാട്ടർ വെച്ചിരിക്കുകയാണ്. ഒരു സമ്മർ ഡേയിലാന്ന് വിചാരിക്കുക. ഒരു സമ്മർ ഡേയില് ഇങ്ങനെ ഒരു ടേബിളിൽ നല്ല തണുത്ത വെള്ളം വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന കാര്യമാണ്. എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പം ഈ ഐസ് കോൾഡ് വാട്ടറിന് എന്ത് സംഭവിക്കും, അത് പതുക്കെ തണുപ്പ് വിട്ടിട്ട് അതൊന്ന് ചൂടാകാൻ തുടങ്ങും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇതേ ഡേയിൽ തന്നെ ഈ ഒരു ടേബിളിൽ നമ്മൾ ഇത്തിരി ഒരു ഹോട്ടായിട്ടുള്ള വെള്ളം വെക്കുകയാണ്, നല്ല ചൂട് വെള്ളം, ഒരു ചൂട് ചായ അവിടെ വെച്ചിരിക്കുകയാന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും, ഇവൻച്വലി അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, തണുക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം? ഓക്കെ, എന്ത് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഐസ് കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് ടീ ഇത് രണ്ടും എടുക്കുകയാണെങ്കിലും ഇതും ഇതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറിന് വ്യത്യാസമുണ്ട്. ഐസ് കോൾഡ് വെള്ളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തെ വെള്ളം തണുത്താണ്, പുറത്ത് എന്താണ്, പുറത്തിരിക്കുന്ന ചൂടിലാണ്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ഹോട്ടാണ്, ഒരുപക്ഷെ ഇതിന്റെ പുറത്ത് അതിലും ഹോട്ട്നെസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ അതിന്റെ സറൗണ്ടിങ് അല്ലെങ്കിൽ അപ്പം ഇത് ഇരിക്കുന്ന ഇതിന്റെ ഉള്ളിലെ വസ്തുവിന്റെ ടെമ്പറേച്ചറും ഇതിന്റെ പുറത്തെ ടെമ്പറേച്ചറും, ഓക്കെ, ഇവിടെ ഇതിന്റെ അകത്തെ ടെമ്പറേച്ചറും ഇതിന്റെ പുറത്തെ ടെമ്പറേച്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എന്ത് പറ്റും, ഹീറ്റിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും. ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറയാം. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പൊ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹിയർ ദിസ് ഇസ് അവർ സിസ്റ്റം, നമ്മളുടെ ഐസ് കോൾഡ് വാട്ടർ ആണ് സിസ്റ്റം. ഈ പുറത്തുള്ള ടെമ്പറേച്ചർ ആണ് നമ്മുടെ സറൗണ്ടിങ്. അതുപോലെ തന്നെ ഈ കേസിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഹോട്ട് ടീ ആണ്, അതിന് പുറത്തുള്ള ആളാണ്, അതിന്റെ പുറത്തുള്ള ബാക്കിയെല്ലാം അതിന്റെ സറൗണ്ടിങ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണ് അൺടിൽ എന്താണ്, ഈ ബോഡിയും സറൗണ്ടിങ് ടെമ്പറേച്ചറും സെയിം ആവുന്നിടം വരെ. ഓക്കെ, സെയിം ആവുന്നിടം വരെ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവുകയാണ്. അൺടിൽ ദറ്റ് ബോത്ത് ദ ടെമ്പറേച്ചേഴ്സ് ആർ സെയിം, അതുവരെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഇപ്പം ഈ ഒരു ഗ്ലാസ് ടംബ്ലർ, ഇപ്പൊ ഐസ് കോൾഡ്, ഇപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഐസ് കോൾഡ് വാട്ടറിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഐസ് കോൾഡ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, ഇപ്പം ഇത് ഞാൻ T1ഉം T2ഉം സറൗണ്ടിങ് ടെമ്പറേച്ചർ T1 എന്നും എടുക്കുകയാണെങ്കിൽ ഈ T1 ഈസ് ലെസ് ദാൻ T2. ഇത് സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ ആണ് ഐസ് കോൾഡ് വെള്ളത്തിനെക്കാട്ടും കൂടുതൽ. അപ്പൊ നാച്ചുറലി എന്താ സംഭവിക്കുക, ഇത് രണ്ടും ഈക്വൽ ആവാൻ വേണ്ടി ഈ എൻവയോൺമെന്റിൽ നിന്നും ഹീറ്റ് ഫ്ലോ ഇങ്ങോട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ദിസ് ഇസ് ദ ഹീറ്റ് ഫ്ലോ ഡയറക്ഷൻ. ഹീറ്റ് ഫ്ലോ ആ സിസ്റ്റത്തിന്റെ അകത്തേക്ക് ഉണ്ടാവുകയാണ്. നേരെ മറിച്ച് ഇപ്പൊ ഗ്ലാസ് ടെംബ്ലർ, ഇത് T1ഉം ഇത് T2ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ T1 ആയിരിക്കും, ബിക്കോസ് ദാറ്റ് ഇസ് വെരി ഹോട്ട്. സോ ഈ T1 എന്ന് പറയുന്നതാണ് T2വിനെ കാട്ടിയും, ഈ ഹോട്ട് ടീക്ക് ആയിരിക്കും സറൗണ്ടിങ്സിനെ കാട്ടിയും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും,
ഇത് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചായയിൽ നിന്നും ഈ എൻവയോൺമെന്റിലേക്ക്, സറൗണ്ടിങ്ങിലേക്ക്, പുറത്തേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവും അല്ലെ. അപ്പൊ ഹീറ്റ് ഫ്ലോ ഡയറക്ഷൻ വ്യത്യാസമാണ്. അപ്പൊ ട്രാൻസ്ഫറൻസ് എന്താണ്, രണ്ട് തരത്തിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഒരെണ്ണം എന്താണ്, ഈ ഒരു ഗ്ലാസ് ടെംപ്ലറിൽ നിന്ന് അത് എൻവയോൺമെന്റിൽ നിന്ന് ഗ്ലാസ് ടെംപ്ലറിലേക്ക്. രണ്ടാമത്തെ കേസിൽ ഈ ഒരു ഗ്ലാസ് ടെംപ്ലറിൽ നിന്ന് ഈ ഹോട്ടിയുടെ ഈ ഗ്ലാസ് ടെംപ്ലറിൽ നിന്നും എൻവയോൺമെന്റിലേക്ക്. ഇങ്ങനെ എന്താണ്, അങ്ങനെയാണ് അവിടെ ആ ഹീറ്റ് ഫ്ലോ ഡയറക്ഷൻ അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമുക്ക് എങ്ങനെ ഹീറ്റിനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 or more systems or system and surroundings by virtue of temperature difference. അപ്പം ഈ രണ്ട് കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ടു. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം എന്താണ്, ഒരു എനർജി ട്രാൻസ്ഫറൻസ് സിസ്റ്റംസ് തമ്മിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ സിസ്റ്റവും അതിന്റെ സറൗണ്ടിങ് തമ്മിൽ ഉണ്ടാവുന്നു. അതാണ് ഹീറ്റ്. So that is the definition of heat. So heatനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Heat is the form of energy. Heat is a form of energy transferred. It is a form of energy. It is transferred between 2 or more systems. രണ്ടോ അല്ലെങ്കിൽ അതിലധികമായിട്ടുള്ള സിസ്റ്റത്തിലോ 2 or more systems, അങ്ങനെ ആ സിസ്റ്റങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരേ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്, സിസ്റ്റവും അതിന്റെ സറൗണ്ടിങ്സും ആയിട്ട് ചെയ്യുന്നതാണ്. ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഇറ്റ് ഇസ് എന്താണ്, എനർജി ട്രാൻസ്ഫർ ബൈ വെർച്യൂ ഓഫ് ദിസ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, ഓക്കെ. ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം എന്താണ്, എനർജി ട്രാൻസ്ഫറൻസ് നടക്കും. സിസ്റ്റമും രണ്ടോ അതിലധികമോ സിസ്റ്റംസും സറൗണ്ടിങ്സും തമ്മിൽ, അല്ലെങ്കിൽ ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഉണ്ടാവുന്ന എന്താണ്, ബിറ്റ്വീൻ 2 systems or system and surroundings. ഓക്കെ, അപ്പം ഇനി ഈ SI യൂണിറ്റ് ഓഫ് ഹീറ്റ് എനർജി. ഓക്കെ, SI യൂണിറ്റ്, ഈ ഹീറ്റ് എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്. ഹീറ്റ് എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അതിന്റെ സിമ്പിളാണ് J. അതുപോലെ ഇനി നമ്മളിവിടെ നേരത്തെ കണ്ടിരുന്നു, ടെമ്പറേച്ചർ നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ആ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഡിഗ്രി കെൽവിൻ ഉണ്ട്. കെൽവിൻ ആണ് SI യൂണിറ്റ്. പിന്നെ ഡിഗ്രി സെൽഷ്യസും നമ്മൾ എന്താണ്, ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയായിരുന്നു. ഇതും മറ്റൊരു യൂണിറ്റ് ആണ്. ഇതും ടെമ്പറേച്ചറിന്റെ വേറൊരു യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഹീറ്റ് ചെയ്യുവാണെങ്കിൽ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാം. അതിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാം, അത് എക്സ്പാൻഡ് ചെയ്യാം, അതിന്റെ സ്റ്റേറ്റ് മാറാം. അപ്പം ഈ പല പല ബോഡീസിൽ ഈ ഹീറ്റിന് എന്തെല്ലാം എഫക്റ്റ് ഉണ്ടാക്കുന്നു, ഇതെല്ലാം നമ്മൾ അടുത്ത ലേറ്റർ സെക്ഷൻസിലായിട്ട് കാണും. അതെല്ലാം നമുക്ക് അടുത്ത സെക്ഷൻസിലൂടെ കാണാം. സോ താങ്ക് യു.